തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിലും കനത്ത പോളിംഗ് 3 മണിവരെ 61% പേർ വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 72% വോട്ടുകൾ ഇതിനോടകം പോൾ ചെയ്തു കഴിഞ്ഞു. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂരിൽ 2ഇടത്തും കാസർകോട്ടെ 1 ബൂത്തിലും കള്ളവോട്ട് നടന്നു. സഹോദരന്റെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ച ആലക്കാട് സ്വദേശി മൂസിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാദാപുരത്ത് പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഏറാമലയിലും ജനകീയ മുന്നണി പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. വിവരങ്ങളുമായി VV അരുൺ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്ക് വിവരങ്ങൾ നൽകും. അശ്വിൻ നാദാപുരത്ത് നിന്ന്, മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന്, KV ബൈജു കാസർഗോഡ് നിന്ന്, മനു ഭരത് കണ്ണൂരിലെ വിവരങ്ങളുമായി, CV അനുമോദ് മലപ്പുറത്തു നിന്നുമുള്ള വിവരങ്ങളുമായും. ആദ്യം അരുണിലേക്ക്. അരുൺ, 3 മണി പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ എന്താണ്? 60% മുകളിൽ പോളിംഗ് എത്തിയിരിക്കുന്നു. അത് മികച്ചൊരു പോളിംഗിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നതിന്റെ സൂചനയാണോ? തീർച്ചയായും 63% പിന്നിടുന്നു പോളിംഗ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം 63.39 കാസർഗോഡ് 61.97, കണ്ണൂരിൽ 63.24, കോഴിക്കോടിൽ 63.4, മലപ്പുറത്ത് 63.9. ഇത്തരത്തിലാണ് പോളിംഗ്. എല്ലാ ജില്ലകളിലും 60 പിന്നിടുന്നു. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകൾ 63-ന് മുകളിലാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം. ശക്തമായ പോളിംഗ് തുടരുകയാണ്. കഴിഞ്ഞ തവണ ഈ 4 ജില്ലകളിലെ ശരാശരി 77.75 ആയിരുന്നു. ഒരുപക്ഷെ അത് മറികടക്കുന്ന തരത്തിലുള്ള പോളിംഗ് വരും മണിക്കൂറുകളിൽ കൂടി ശക്തമായ പോളിംഗ്. ഇതേ പാറ്റേൺ തുടർന്നാൽ 3 മണിക്കൂർ അവശേഷിക്കുമ്പോൾ ഇതേ പാറ്റേൺ തുടർന്നാൽ ശക്തമായ പോളിംഗ് കഴിഞ്ഞ തവണത്തെ 77.75 മറികടക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ ഏറ്റവും അധികം കോഴിക്കോടായിരുന്നു, അത് 80.1. ഇത്തവണ എല്ലാ ജില്ലകളിലും അതിനടുത്തൊരു ശതമാനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കോർപ്പറേഷൻ മേഖലകളിൽ പോളിംഗ് ശതമാനം പൊതുവെ കുറവാണ്. കോഴിക്കോട് ഇപ്പോൾ 53% കഴിയുന്നു. കണ്ണൂരിൽ 50% പിന്നിടുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോട് 74.70 ഉണ്ടായിരുന്നു. കണ്ണൂരിൽ അത് 74.75. അതിനടുത്ത പോളിംഗ് ശതമാനം ഈ 2 കോർപ്പറേഷനുകളിലും ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ വോട്ടിംഗ് തുടരുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും വളരെ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. ആന്തൂരും അതുപോലെ തന്നെ കണ്ണൂരിലെ മറ്റു മുനിസിപ്പാലിറ്റികളിലും ശക്തമായ പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തെ വളാഞ്ചേരി അടക്കമുള്ള ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലും ശക്തമായ പോളിംഗ് തുടരുന്നു. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന്റെ കൃത്യമായ ഫലപ്രാപ്തിയായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പോളിംഗ് ശതമാനത്തെ വിലയിരുത്താം. ഏതായാലും 3 മണിക്കൂർ കൂടി അവശേഷിക്കുന്നു. 80-നടുത്തൊരു പോളിംഗ് ശതമാനമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിലും 73-ഉം 73.12-ഉം 76.78-ഉമായിരുന്നു യഥാക്രമം പോളിംഗ്. ഇപ്പോൾ ഏതായാലും അത് മറികടക്കുന്ന ഒരു പോളിംഗ് ശതമാനം മലബാറിലെ വടക്കൻ ജില്ലകളിലെ 4 ജില്ലകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകളാണ് VV അരുൺ സൂചിപ്പിച്ചത്. അതനുസരിച്ച് ആദ്യ 2 ഘട്ടങ്ങളെക്കാൾ കൂടുതൽ വോട്ടിംഗ് ഇപ്പോൾ 3-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 4 ജില്ലകളിൽ ഉണ്ടാകുന്നു എന്നതാണ് അരുൺ നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ. ഇനി നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, മറ്റ് പ്രതിനിധികളിലേക്ക് പോകാം. ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹീദ്, ഇവിടെ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം, കോർപ്പറേഷൻ പരിധിയിൽ കോഴിക്കോട് മികച്ച പോളിംഗ് ഉണ്ടെങ്കിൽ പോലും കോർപ്പറേഷൻ പരിധിയിൽ ഏതാണ്ട് 50% മുകളിൽ മാത്രമേ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നാട്ടിൻപുറങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലുമാണ് കൂടുതൽ പോളിംഗ് എന്നാണ് അരുൺ നൽകുന്ന വിവരം. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കണക്കുകൾ എന്താണ്? ഈ കോർപ്പറേഷനിലേക്ക് വലിയ മത്സരമുണ്ട്, അവിടെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് അതെങ്ങനെയാണ് മുന്നണികൾ അവരുടെ സാധ്യതകളുമായി ബന്ധപ്പെടുത്തി കാണുന്നത്? രേണുക സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിൽ പൊതുവെ പോളിംഗ് ഉയർന്ന ശതമാനത്തിലാണ്, 60 കടന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കോർപ്പറേഷൻ പരിധിയിൽ 55% തന്നെ നിൽക്കുകയാണ്. പക്ഷേ വലിയ മത്സരം നടന്ന ഒരു നഗരസഭാ പരിധിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അവിടെ LDFന്റെ കയ്യിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോർപ്പറേഷൻ. അത് ഇത്തവണ തിരിച്ചുപിടിക്കണം എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ, ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടമാണ് UDFന്റെ ഭാഗത്തു നിന്നും
ഉണ്ടായത്. പക്ഷേ സാധാരണഗതിയിൽ ഈ നഗരപരിധിയിൽ പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ് ഉണ്ടാവാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് ഇത്തവണയും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ തവണയും ഇതേ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നഗരത്തിൽ അത് താരതമ്യേന കുറവായിരുന്നു. പക്ഷേ അത് വൈകിട്ടാവുമ്പോഴേക്കും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന മന്ദഗതി വൈകിട്ടാവുമ്പോഴേക്കും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പതിവായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കാണാറുള്ളത്. അത് ഇത്തവണയും ഒരുപക്ഷെ ആവർത്തിക്കുമ്പോൾ നമുക്ക് കണക്കൂട്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും 55% എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കോഴിക്കോട് നഗരപരിധിയിൽ എന്നുള്ളതാണ്. അത് മുന്നണികൾക്കുള്ളിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇത്തവണ ഈ അല്ലെങ്കിൽ പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾക്കുപരി വലിയ രാഷ്ട്രീയം, സംസ്ഥാന തലത്തിൽ ഉയർന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു ആവേശം പക്ഷേ നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പലയിടങ്ങളിലായി ഇപ്പോൾ ചില സംഘർഷങ്ങളിലേക്കും അനിഷ്ട സംഭവങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായുള്ളത് നാദാപുരത്താണ്. നാദാപുരം ചിയ്യൂരിൽ പോലീസും നാട്ടുകാരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ പോളിംഗ് ബൂത്തിന് മുമ്പിൽ തടിച്ചുകൂടിയ നാട്ടുകാരെ ചില സംഘർഷങ്ങൾ. ഷഹീദ്, അവിടെ നിന്ന് നാദാപുരത്തെ വിവരങ്ങളുമായി ഇപ്പോൾ അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷഹീദ് സൂചിപ്പിച്ച സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അശ്വിൻ നൽകും. അശ്വിൻ, ജനങ്ങളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വോട്ടെണ്ണലിന്റെ ദിവസവും പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസവും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ പോലീസ് സുരക്ഷയൊരുക്കാനെത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടത് എങ്ങനെയാണ്? അശ്വിൻ വല്ലത്ത് ലൈനിലുണ്ടായിരുന്നു, ഇപ്പോൾ ലഭ്യമല്ല. അശ്വിൻ അവിടുത്തെ സംഘർഷത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താൻ ഒരേ സമയം എത്തി. അത് കോവിഡ് മാനദണ്ഡ പ്രകാരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് അവിടെ പോലീസ് ഇടപെടൽ ഉണ്ടായത്. അങ്ങനെയുള്ള വാക്ക് തർക്കമാണ് അവസാനം സംഘർഷത്തിലേക്ക് എത്തിയത്. അശ്വിൻ ഉണ്ട് ഇപ്പോൾ. അശ്വിൻ, ഈ പോലീസും ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടുത്തെ സംഘർഷത്തിന്റെ അതിന്റെ വിശദാംശങ്ങളുമായി അശ്വിൻ വളരെ പെട്ടെന്ന് തന്നെ ചേരും. അതിനു മുൻപ് ഇപ്പോൾ മനു ഭരത് കണ്ണൂരിലെ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൂരിൽ മികച്ച പോളിംഗ് ആണ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 63.24% പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനു, കണ്ണൂരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ വോട്ടിംഗ് ശതമാനം കുറവ്, ഗ്രാമപ്രദേശങ്ങളിൽ ഉയർന്ന വോട്ടിംഗ് നടക്കുന്നു. മാത്രവുമല്ല, ഈ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ കള്ളവോട്ട് ആരോപണമുണ്ട്, ചില സംഘർഷങ്ങളുണ്ട്. എന്താണ് സാഹചര്യം? സമാധാനപരമായി വോട്ടിംഗ് നടപടികൾ പൂർത്തിയാകും എന്ന പ്രതീക്ഷ ഉണ്ടോ? രേണുക, ഏറെക്കുറെ സമാധാനപരമായി തന്നെ വോട്ടിംഗ് നീങ്ങുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോർജാൻ UP സ്കൂളിലാണ്. ഇത് നഗരപരിധിയിലാണ് ഈ കോർജാൻ UP സ്കൂള്. നഗരപരിധിയിൽ പൊതുവെ വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും ഈ സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയും വലിയ തോതിൽ ആൾക്കൂട്ടം അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ എത്തിയിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പോളിംഗ് ബൂത്തിൽ പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഒരു നീണ്ട നിര നമുക്ക് ഈ ബൂത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ സ്ത്രീ വോട്ടർമാരുടെ ഒരു എണ്ണത്തിൽ കാര്യമായ വർധനവ് ഈ നഗരപ്രദേശത്തുണ്ട്. രണ്ടിടത്താണ് കണ്ണൂരിൽ കള്ളവോട്ട് നടന്നു എന്ന ഒരു ആരോപണം ഉണ്ടായത്. ഈ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ആണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ മുർഫീദ് എന്ന ഒരു 18-കാരൻ പിടിയിലായത്. ഇയാളുടെ ജ്യേഷ്ഠൻ ഈ മുർഷീദ്, അദ്ദേഹം പ്രവാസിയാണ്. അയാളുടെ വോട്ട് ചെയ്യാൻ എത്തിയ ഈ 18-കാരനെയാണ് പിടികൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാടും ഒരു കള്ളവോട്ട് ചെയ്യാൻ പ്രേമദാസൻ എന്ന ഒരാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തിരിക്കുന്നതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ചാലഞ്ച് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. ഈ കണ്ണൂർ ജില്ലയിൽ പോലീസ് വളരെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രണ്ടിടങ്ങളിൽ ഒരിടത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ണൂർ എടക്കാട് അവിടെ ഒരു വാള് കണ്ടെടുത്തു. അതുപോലെ തന്നെ ഉഗ്രശേഷിയുള്ള ബോംബുകൾ
മുഴക്കുന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെയും പോളിംഗ് ഏജന്റുമാർക്കെതിരെയും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കണ്ണൂരിൻ്റെ ഒരു സാധാരണ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു സമാധാനപൂർവമായ തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയാം. കോർപ്പറേഷൻ പരിധിയിൽ തീർത്തും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ആന്തൂരാണ് ഏറ്റവും അധികം ആളുകൾ പോൾ ചെയ്തിരിക്കുന്നത്. 75% ആളുകൾ ആന്തൂരിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പ്രത്യേകം രാവിലെ തന്നെ ആന്തൂർ നഗരസഭാ പരിധിയിൽ വോട്ടെടുപ്പ് വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊഴിച്ചാൽ പൊതുവെ സമാധാനപരമായാണ് കണ്ണൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്ന് മനു ഭരത് റിപ്പോർട്ട് ചെയ്യുന്നു. 65% കടന്നിരിക്കുന്നു കണ്ണൂരിലെ പോളിംഗ്. 65.02% കണ്ണൂരിലെ വോട്ടിംഗ്. ഈ മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ഈ 4 ജില്ലകളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ ആവറേജ് ഇതുവരെ 65% കടന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വി അരുൺ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ പെട്ടെന്ന് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. 65% എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അരുണിലേക്ക് എത്താം. അതിനു മുൻപ് ഇപ്പോൾ നാദാപുരത്ത് നിന്ന് അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് നാദാപുരത്താണ്. അതിന്റെ വിവരങ്ങൾ അശ്വിൻ നൽകും. അശ്വിൻ, എന്താണ് പോലീസുമായി നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? രേണുക, കല്ലാച്ചിക്കടുത്ത് ചിയൂർ LP സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. ചിയൂർ LP സ്കൂളിൽ രാവിലെ മുതൽ തന്നെ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഇവിടെ ഓപ്പൺ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചില തർക്കങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കൂടുതൽ പ്രവർത്തകർ അതിനടുത്തുള്ള അങ്ങാടിയിലേക്ക് എത്തി. അവിടെയുള്ള കടവരാന്തയിലും മറ്റും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ തുടങ്ങി. പോലീസ് ബലം പ്രയോഗിച്ച് ഈ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചു. അതോടുകൂടിയാണ് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. നാട്ടുകാർ പോലീസിനെതിരെ തിരിഞ്ഞു, ഉന്തും തള്ളും ഉണ്ടായി. അതേ തുടർന്ന് പോലീസിന് ഇവരെ വിരട്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിനിടയിൽ പോലീസ് വാഹനത്തിന് നേരെയും പോലീസിന് നേരെയും എല്ലാം തന്നെ കല്ലേറുണ്ടായി. തുടർന്നാണ് പോലീസ് ലാത്തി വീശിയതും കണ്ണീർവാതകം പ്രയോഗിച്ചതും 10 റൗണ്ട് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. നാട്ടുകാരുമായി ഒരു സംഘർഷം തന്നെ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ പോലും പോളിംഗ് ബൂത്തിന് അടുത്തുള്ള പ്രദേശത്ത് ഒരു സംഘർഷം തന്നെ കുറച്ചു സമയത്തോളം 2 മണി മുതൽ 2:30 വരെയുള്ള സമയത്തോളം അവിടെ അങ്ങനെ സംഭവം നിൽക്കുകയുണ്ടായി. അതിനുശേഷം കൂടുതൽ പോലീസ് ഇവിടെ എത്തി. അതേപോലെ തന്നെ വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും എത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കാരണം വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ നടപടികൾ ഇതിൽ അവസാനിച്ചോ, അതോ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയൊക്കെ കേസെടുക്കുമോ പോലീസിനെ? കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും പോലീസ് വാഹനം ആക്രമിച്ചവർക്കെതിരെ കേസ് ഉണ്ടാവും. പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് കേസെടുക്കുക തന്നെ ഉണ്ടാവും. UDF പ്രവർത്തകരാണ് പോലീസിനെ ആക്രമിച്ചത് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്ക് പറ്റി എന്ന് UDF പ്രവർത്തകരും പറയുന്നുണ്ട്. അവർ ആശുപത്രികളിലും മറ്റും പ്രവേശിപ്പിക്കപ്പെട്ടിട്ടും ഒക്കെയുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു തുടർച്ച എന്നോണം ഈ നാദാപുരം മേഖലയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ പോലീസും അത്തരത്തിലൊരു അനുരഞ്ജനത്തിലൂടെ കാര്യങ്ങൾ പോളിംഗ് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഏറാമല പഞ്ചായത്തിലെ തുരുത്തിയിൽ വോട്ടെടുപ്പിനിടെ ഒരു സംഘർഷമുണ്ടായത്. അവിടെ ഏറാമല പഞ്ചായത്തിൽ RMP ഒക്കെയുള്ള മേഖലയാണ്. അവിടെ UDFും RMPയും ചേർന്ന് ജനകീയ മുന്നണിയാണ് മത്സരിക്കുന്നത്. ഈ ജനകീയ മുന്നണിയുടെ പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടു. ഇവര് തമ്മിലുള്ള തർക്കത്തിൽ രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ തുരുത്തി മേഖലയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇടപെട്ട് 2 പ്രവർത്തകരെയും വിരട്ടി ഓടിക്കുകയായിരുന്നു. ഇത്തരം തർക്കങ്ങൾ വടക്കൻ മലബാറിൽ പ്രത്യേകിച്ചും വൈകുന്നേരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരത്തോടുകൂടി സാധാരണയാണ്. അശ്വിൻ വല്ലത്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ അവിടെയും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അശ്വിൻ സൂചിപ്പിച്ചത്. CV അനുമോദ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്ത് ഇപ്പോൾ ഈ 4 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് മലപ്പുറത്താണ് ഉള്ളത്. അത് ഏതാണ്ട് രാവിലെ മുതൽ മിക്ക സമയങ്ങളിലും മലപ്പുറത്ത് തന്നെയായിരുന്നു കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നതും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തും എന്ന ഒരു സാധ്യതയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്?
രേണു, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 66.89% വോട്ടുകൾ മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് വലിയ ഒരു വർധനവ് തന്നെയാണ് വോട്ടിംഗിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 79% ഇനിയും 2 മണിക്കൂർ ബാക്കിയുണ്ട് പോളിംഗ് തീരാൻ. 2 മണിക്കൂർ അധികം സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ 80% മുകളിലേക്ക് പോളിംഗ് ഉയർന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എല്ലായിടത്തും രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. ഉച്ചയ്ക്കാണ് പലയിടത്തും തിരക്ക് അല്പം രാവിലത്തേക്കാൾ കുറവ് വന്നത്. വലിയ തോതിൽ തന്നെ ഒരു സമാധാനപരമായ രീതിയിൽ തന്നെയാണ് ഇതുവരേക്കും മലപ്പുറം ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഒറ്റപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങൾ ചില മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് അതിൽ ഒരു മാറ്റം അതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് തന്നെ പ്രശ്നങ്ങൾ അവിടെ പോലീസ്. കണ്ണൂരിലെയും കോഴിക്കോടെയും സാഹചര്യം എടുത്താൽ നഗരപ്രദേശങ്ങളിൽ വോട്ടിംഗ് കുറവും ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലും എന്നൊരു സ്ഥിതിയുണ്ട്. മലപ്പുറത്തെ സാഹചര്യവും അതുപോലെയാണോ? മലപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും ശരാശരി ഏകദേശം ഒരുപോലെ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗിൽ നമുക്ക് കണക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന ശരാശരി ഏകദേശം ഒരുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത മേഖലകൾ നഗരങ്ങൾ തന്നെയാണ്. പെരിന്തൽമണ്ണ, വളാഞ്ചേരി, മലപ്പുറം, മഞ്ചേരി തുടങ്ങിയ മേഖലകളിലാണ് നഗരസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. തീരദേശ മേഖലകളിൽ ഈ മേഖലയെ അപേക്ഷിച്ച് അല്പം കുറവാണ്. പൊന്നാനിയും താനൂരും ഒക്കെ താരതമ്യേന ഈ 2 മേഖലകളെ വെച്ച് താരതമ്യേന അല്പം കുറവാണ് എന്നൊരു നിരീക്ഷണവും ഉണ്ട്. ശരി, മലപ്പുറത്തെ വിവരങ്ങളാണ് CV അനുമോദ് നൽകിയത്. അവിടെ വലിയ വ്യത്യാസം ഗ്രാമ നഗര മേഖലകൾ തമ്മിലില്ല എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, കാസർഗോഡ് പ്രശ്നസാധ്യതാ ബൂത്തുകൾ ധാരാളമുണ്ട്. എങ്കിൽ പോലും ഇതുവരെ സമാധാനപരമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇനി 3 മണിക്കൂറോളം അവസാനിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെ? കാസർഗോഡ് ജില്ലയിൽ രാവിലെ പോളിംഗ് വലിയ തോതിൽ ആൾക്കാരുടെ നിരയാണ് കണ്ടതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും ആൾക്കാരുടെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിച്ചത്. എന്നാലും ഞാനിപ്പോൾ ഉള്ളത് പോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ 11ാം വാർഡിൽ ഉൾപ്പെടുന്ന വാർഡാണ്. എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് ശേഷവും നല്ല തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും 2 നിരയായി വലിയ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല ബൂത്തുകളിലും നമ്മൾ നേരത്തെ പോയിരുന്നെങ്കിലും ഇത്രത്തോളം ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നല്ല നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന പോളിംഗ് ശതമാനം അനുസരിച്ച് നീലേശ്വരമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 54.72%. ഏറ്റവും കുറവ് കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് 45.88. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ കാസർഗോഡ് ജില്ലയിൽ 50 കടന്ന് പോളിംഗ് ശതമാനം എത്തിയെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ 60 കടന്ന് നിരവധി പഞ്ചായത്തുകൾ പോളിംഗ് ശതമാനത്തിൽ മുന്നേറുന്നു. മേടെടുക്ക, കുറ്റിക്കോൽ, കയ്യൂർ, ശിവേനി, ചെറുവത്തൂർ, വലിയ പറമ്പ, പെരിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം തന്നെ 60% കടന്നിരിക്കുന്നു. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത്. ജില്ലയിൽ 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 2500ഓളം. ശരി, കാസർഗോഡ് നിന്നും KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെയും വലിയ തിരക്കുണ്ട്. ഇപ്പോഴും പോളിംഗ് സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 66.01% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു കണക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന അതിന്റെ സൂചനകളുണ്ട്. വളരെ പെട്ടെന്ന് ഈ പെർസെന്റേജിൽ മാറ്റവും വരുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്? രേണുക, 67% കടന്നിരിക്കുന്നു 4 ജില്ലകളിലെ ശരാശരി പോളിംഗ്. കാസർഗോഡ് 65.57, കണ്ണൂരിൽ 66.8, കോഴിക്കോട് 66.93, മലപ്പുറത്ത് 67.61. ഇതാണ് 4 ജില്ലകളിലെ ശരാശരി. ഏറ്റവും അധികം പോളിംഗ് ഈ ഘട്ടത്തിലുള്ളത് മലപ്പുറത്ത് തന്നെയാണ്, 67.61%. 4 ജില്ലകളിലും അതിശക്തമായ പോളിംഗ്. ഇനിയും 2.5 മണിക്കൂറോളം പോളിംഗ് സമയം അവസാനിക്കാൻ, നിശ്ചിത വോട്ടെടുപ്പ് സമയം അവസാനിപ്പിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി, ആന്തൂർ നഗരസഭയിൽ പോളിംഗ് 80% കടന്നിരിക്കുന്നു. 80.48 ആന്തൂരിലെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം. അതായത് ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രം, 20% താഴെ ആളുകൾ മാത്രമേ ആന്തൂരിൽ ആകെ വോട്ട് ചെയ്യാനുള്ളൂ. അവിടെ ഏകദേശം മുഴുവൻ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 2.5 മണിക്കൂർ കൊണ്ട് എത്ര ആളുകൾ കൂടി വോട്ട് ചെയ്യുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. മുനിസിപ്പാലിറ്റിയുടെ കണക്ക് കൂടി ഒന്ന് പരിശോധിച്ച് പോകാം. മലപ്പുറത്ത് ഇപ്പോഴും ഏറ്റവും അധികം വോട്ട് ചെയ്തിട്ടുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്.
69.30%, പരപ്പനങ്ങാടിയിൽ 62.43%, പെരിന്തൽമണ്ണയിൽ 63.91%, മലപ്പുറത്ത് 66.13% പേരും ഇതിനകം വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറത്ത് എല്ലായിടത്തും വളരെ ശക്തമായ പോളിംഗ് ആണ്. അത് എല്ലാ മുനിസിപ്പാലിറ്റികളിലും അത്തരം പോളിംഗ് തുടരുന്നു. കോഴിക്കോട് ഏറ്റവും അധികം പോളിംഗ് ഉള്ളത് ഈ ഘട്ടത്തിൽ രാമനാട്ടുകര തന്നെയാണ്. രാവിലെ മുതൽ വോട്ടിംഗ് ആരംഭിച്ചതുപോലെ രാമനാട്ടുകരയിൽ വലിയ തിരക്കാണുള്ളത്. അത് പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുന്നു. 72.33% പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കൊടുവള്ളിയിൽ 64.39%, മുക്കത്ത് 70.01% ആളുകളും വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂരിൽ ഏറ്റവും അധികം വോട്ട് നേരത്തെ സൂചിപ്പിച്ചു ആന്തൂരാണ്. തൊട്ടു പിന്നാലെ അവിടെ 69% പേർ വോട്ട് ചെയ്ത കൂത്തുപറമ്പുണ്ട്. കാഞ്ഞങ്ങാട്, കാസർഗോഡും നീലേശ്വരത്തും, കാസർഗോഡ് 3 മുനിസിപ്പാലിറ്റികളിലും അതിശക്തമായ പോളിംഗ് തുടരുന്നു. അവസാന മണിക്കൂറുകളിലും ഇതേ വോട്ടിംഗ് പാറ്റേൺ തുടർന്നാൽ കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് ശതമാനം ശരാശരിയൊക്കെ മറികടക്കുന്ന കണക്കുകളാണ്. മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഈ 4 ജില്ലകളുടെ ശരാശരി 67% കടന്നിരിക്കുന്നു. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരാൾ പിടിയിൽ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 6ാം വാർഡായ ആലക്കാടാണ് കള്ളവോട്ട് ശ്രമം നടന്നത്. ആലക്കാട് സ്വദേശി മുസിദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സഹോദരന്റെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ഇയാൾ പിടിയിലായത്. തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് മറ്റും വരാം. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ കസ്റ്റഡിയിലെടുക്കാൻ EDയുടെ നീക്കം. സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ സംഘം അട്ടക്കുളങ്ങര ജയിലിലെത്തി. സരിത്തിനെയും ചോദ്യം ചെയ്യും. CM രവീന്ദ്രനുമായുള്ള ബന്ധം, ഭരണതലത്തിലെ ഉന്നതരുമായുള്ള അടുപ്പം എന്നിവ സംബന്ധിച്ചാകും വിവരശേഖരണം. ശബ്ദരേഖ ചോർന്ന കേസിൽ സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു, കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥ് എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് വരുന്നത്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ EDയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നത്. ഒരാഴ്ചത്തെ വിശ്രമം ആശുപത്രി അധികൃതർ അനുവദിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻപൊരു ചോദ്യം ചെയ്യൽ സാധ്യമാണോ? CM രവീന്ദ്രന് 3 പ്രാവശ്യം ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ CM രവീന്ദ്രൻ 3 പ്രാവശ്യവും ഒഴിഞ്ഞു മാറുകയായിരുന്നു. CM രവീന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ED അംഗീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞും നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെ CM രവീന്ദ്രൻ അത് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അത്ര ഇളവുള്ള സമീപനം അല്ലെങ്കിൽ ഒരു അയഞ്ഞ സമീപനം CM രവീന്ദ്രനോട് വേണ്ട എന്നൊരു നിലപാട് ED എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുക. അതനുസരിച്ച് ഇന്നോ നാളെയോ കസ്റ്റഡി എടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വപ്നയും സരിത്തിനെയും ചോദ്യം ചെയ്യാൻ ED ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മടങ്ങി വരുമ്പോൾ CM രവീന്ദ്രനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുവരിക എളുപ്പമാണ്. CM രവീന്ദ്രനിൽ നിന്ന് ഒരുപാട് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. പ്രത്യേകിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി, കെ-ഫോൺ, ശിവശങ്കറിന്റെ ഇടപാടുകൾ, മന്ത്രിസഭയിലെ മറ്റ് പ്രമുഖരുമായിട്ടുള്ള ഇടപാടുകൾ, വിസ സ്റ്റാമ്പിംഗ് ഇടപാട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം എന്ന് VS അനു കൂടി ചേരുന്നുണ്ട്. അനു, ക്രൈംബ്രാഞ്ച് സ്വപ്നയെ ചോദ്യം ചെയ്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ എന്താണ് സ്വപ്നയുടെ മറുപടി എന്നത് സംബന്ധിച്ചുള്ള സൂചനകളെങ്കിലും ലഭ്യമാണോ? നേരത്തെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് സ്വപ്ന നൽകിയതായി പുറത്തു വന്ന വിവരങ്ങൾ അതിന്റെ പിന്നിൽ പോലീസിലെ ചിലരാണ് എന്നതായിരുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അത്തരം യാതൊരു വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് സ്വപ്ന സുരേഷിനെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത് മടങ്ങിയത്. അതിനുശേഷം ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘവും ഇപ്പോൾ ജയിലിലെത്തിയിട്ടുണ്ട്. അവരിപ്പോഴും സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ സർക്കാരിലെ ചില ഇടപെടലാണെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ചില സ്വപ്നയുടേതായി വരുന്ന മൊഴികൾ എന്ന രീതിയിൽ കസ്റ്റംസിന് നൽകിയ ചില മൊഴികളുടെ വിവരങ്ങളും വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നില്ല. ശരി, സമയക്കുറവും കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും.